വട്ടാണ് എന്റെ മോന് വരുന്നുണ്ടല്ലോ. എന്തൊക്കെ അടാക്കാൻ ഉണ്ടാക്കാന്ന് ഓർമ്മല്ല. അമ്മോ അല്ലോ തമ്പേ, ഇവിടുന്ന് വരുന്ന ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അത് തീരെ കേൾക്കൂല. എന്നാൽ ഏതെങ്കിലും വൃദ്ധസ്ഥലത്ത് കൊണ്ടായി ആക്കാൻ വിചാരിച്ചാൽ അതിനും സമ്മതിക്കൂല. വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ. അല്ല മോനെ, ഈ കൂട്ടിയാ കൂടാത്ത സമയത്ത് ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ എങ്ങനെങ്കിലൊക്കെ ഇവിടെ നിന്നോളടോ. നീ ഒന്ന് പറയുന്നേ കേക്ക്. അതെന്നാ പറഞ്ഞേ, വൃദ്ധസ്ഥലത്ത് കൊണ്ടായി ആക്കാന്ന്. ആ നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ വേറെ ഉണ്ടാവും. നിന്നെ കൊണ്ട് നിങ്ങളെ നോക്കാനാവൂല. എനിക്ക് മറ്റന്നാൾ അമേരിക്ക പോണ്ടിയാ. നിങ്ങൾ ഈ കുഞ്ഞാറ്റ കളിക്കൊന്നും നിന്നെ കിട്ടൂല. പറഞ്ഞ മനസ്സിലാവില്ല. അല്ലടോ, ഞാൻ എന്നെ എങ്ങനാ നോക്കിയെന്ന് എനിക്കറിയോ? കണ്ണാന്റെ പറമ്പിൽ വാഴപ്പൂളെ നട്ടിട്ട് അത് വിറ്റിട്ടാണ് എന്നെ ഞാൻ പഠിപ്പിച്ചതു. എന്നെ നിലയിലാക്കിയോ? അതൊക്കെ പഞ്ഞു മറന്നു പോയടോ. ഇത് നിങ്ങൾ എപ്പോഴും പറയുന്നത് വർത്താനം തന്നെ. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്നെ കോളത്തിലെത്തി. അല്ലാതെ നിങ്ങൾ ഈ കോളത്തെ പണിയൊന്നുമല്ല. അച്ചി കൊന്ന നാട്ടുകാര് പറയുന്ന എഴുതിട്ടാ എങ്കിൽ തട്ടിക്കല്. പതിനെട്ട് കൊല്ലം മുമ്പാ എന്റെ മറിയോമ മറ്റപ്പോ എന്നോടെല്ലാരും പറഞ്ഞു പായസാകാലത്ത് നോക്കാന് ഒരു കല്യാണം കഴിക്കാണ്. അന്നപ്പോ എനിക്ക് ഒരൊറ്റ വർത്താനേ ഉണ്ടായുള്ളൂ, എന്റെ മോനെ നോക്കിക്കോളൂത്. ആ മോനെ അപ്പൊ കഴിയണ വരുന്ന പെണ്ണുങ്ങൾ ഏത് കോഴത്തിലാന്നുള്ള ഓർമ്മണ്ടോ? അങ്ങനെ എന്റെ മോനെ നോക്കിയില്ലേ എന്റെ മറിയോമ പൊറുക്കൂല. അതുകൊണ്ടപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരവസ്ഥയായി പോയത്. ഏത് അതും പറഞ്ഞു പോണേ. വണ്ടി കയറാൻ നോക്കണ്ടേ? ഇതേപോലെ എന്താ പോലും കൂടി നശിപ്പിക്കണമെങ്കിൽ മോനെ ഒരു ദിവസം കൂടി ബാപ്പക്ക് തരുമോ? ഒരൊറ്റ ദിവസം മതി മോനെ. ഞാൻ പോരേല് ഒരു ദിവസം കൂടി കടുക്കട്ടെ. നാളെ നേരം വെളുക്കുമ്പോ ബാപ്പ